ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പുതിയ വീട്ടിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഏറ്റവും മനോഹരമായ ഇലവിഴ പൂഞ്ചിറയിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എൻ്റെ പുറകിലത്തെ ഒരു ബിഹൈൻഡ് സ്റ്റോറീസ് കേട്ടാലോ? ബോറടിച്ചാൽ എല്ലാവരും ക്ഷമിക്കണേ. അപ്പോൾ ഞാൻ പറയാം. പാണ്ഡവർ അവരുടെ വനവാസകാലത്ത് ഇവിടെ താമസിച്ചിരുന്നു എന്നാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പാഞ്ചാലിക്ക് കുളിക്കാൻ ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. പാഞ്ചാലിയുടെ സൗന്ദര്യത്തിൽ മയങ്ങാത്തതാര് എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്നാലും ഞാൻ കേട്ടിട്ടുണ്ട്. സൗന്ദര്യത്തിൽ മയങ്ങിയ ദേവന്മാർ അവരെ നോക്കാൻ തുടങ്ങി. പാഞ്ചാലി സുന്ദരിയാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് പിന്നെ ഗൂഗിളിൽ നിന്നൊക്കെ എടുത്ത് നോക്കാം. ഇപ്പം വെച്ചാൽ ഇതറിഞ്ഞ നമ്മുടെ ദേവേന്ദ്രൻ അനങ്ങാതിരിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ദേവേന്ദ്രൻ മനഃപൂർവ്വം ദേവന്മാർ കാണാതിരിക്കാൻ പൂക്കൾ കൊണ്ട് കുളത്തിന് ചുറ്റും കുന്നുകളുണ്ടാക്കി. അങ്ങനെയാണത്രേ ഇലവിഴ പൂഞ്ചിറ എന്നുണ്ടായത്. അത് എവിടെ? നമ്മുടെ സ്വന്തം ഇടുക്കി ജില്ലയിൽ. ഇവിടുത്തെ പ്രത്യേകതയിൽ ഈ പേര് പോലെ തന്നെയാണ്. മരങ്ങളോ ഇലകളോ ഇവിടെ ഇല്ല. നല്ല കാറ്റുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഇലകൾ വീണാൽ അപ്പോൾ തന്നെ പാറിപ്പോകും. അല്ലാതെ ഇവിടെ ഇല ഇങ്ങനെ കയറി നമ്മൾ വൃത്തിയായിട്ടൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഇവിടുത്തെ സൺറൈസും സൺസെറ്റും വളരെ പ്രശസ്തമാണെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഒരുപാട് ജില്ലകളിലെ കാഴ്ചകൾ ഇവിടെ നിന്ന് കാണാനും പറ്റും. ഇവിടുത്തെ കണ്ണാടിപ്പാറയും ഇല്ലിക്കൽ കല്ലും ഒക്കെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന മറ്റൊരു സ്ഥലമാണ്. പാഞ്ചാലിക്ക് കുളിക്കാൻ വേണ്ടി കൃത്രിമമായി ഉണ്ടാക്കിയ കുളം ആയതുകൊണ്ടാണ് ഇവിടെ മരങ്ങൾ ഇല്ലാത്തത് എന്നും ഒരു കഥയുണ്ട്. കഥ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ പറയണേ, കമൻറ്റ് ബോക്സിൽ പറയണം. പിന്നെ പ്രത്യേകതകൾ നേരത്തെ പറഞ്ഞ പോലെ 3 കുന്നുകളിൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന ഒരു താഴ്വരയാണത്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും നല്ല തണുത്ത കാറ്റും മഴയത്ത് താഴ്വരയിൽ വെള്ളം നിറഞ്ഞ് ഒരു തടാകം പോലെയാകും. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അടുത്ത മുനിയറ ഗൈസ്, ഇവള് ഇത് പറയുന്ന വേറെ ഒന്നും കൊണ്ടല്ല, ഇവൾക്ക് മലയാളം വായിക്കാൻ അറിയത്തില്ല. എനിക്ക് മലയാളം വായിക്കാറില്ല. എന്നാലും ശരിയല്ലേ, ഞാൻ ബാക്കിയും കൂടെ വായിക്കാം. മുനിയറ എന്നാണ് തോന്നുന്നു. മുനിയറ ഗുഹയാണ്. പഴയകാലത്ത് പഴയകാലത്ത് മുനിമാർ തപസ് ചെയ്തിരുന്ന ഗുഹകളിൽ എന്നിവ എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ കണ്ണാടിപ്പാറ, വെയിൽ വരുമ്പോൾ പാറക്കെട്ടുകൾ തിളങ്ങുന്നത് കൊണ്ടാണ് പേര് വന്നത് എന്നാണ് ഒന്നറി. ഞാനവിടെ പാറക്കെട്ട് തിളങ്ങുന്നത് ആയിരിക്കും എന്നാണ്. അപ്പോൾ നമ്മൾ പോയത് ഫാമിലി ഫുള്ളായിട്ടായിരുന്നു. എന്നല്ല, അങ്ങനെയല്ല, ഫാമിലിയും കസിൻസൊക്കെ ആയിട്ടാണ് പോയത്. അവിടെ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് കസിൻസൊക്കെ ആയിട്ട് പോകുന്നത്. അത് നമ്മൾ പോയത് വൈകുന്നേരം, ഉച്ച തൊട്ടൊരു വൈകുന്നേരം സമയത്തായിരുന്നു നമ്മൾ പോകുന്നത്. ഒരു വൈബ് എന്ന് പറഞ്ഞാൽ അത് എന്നാ വൈബാണ്, നല്ല സൂപ്പർ. എനിക്കൊന്നും അങ്ങനെ പറയാനൊന്നും പറ്റുന്നില്ല, ബാക്കി ഇവള് പറയും. പിന്നെ അതേസമയം എനിക്ക് ഓർമ്മ വരുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് വീഡിയോ. ട്രെൻഡ് ഔട്ട് പോയത് എന്നാലും ഈ ഇടയ്ക്കിടയ്ക്ക് മിഡിലായിട്ട് കിടക്കും. അതെ, എന്നാലും എപ്പോഴും എല്ലാവരും റിയാക്ട് ചെയ്ത് ട്രോൾ ചെയ്ത് പോകുന്നൊരു വീഡിയോ ആണ്. അതായത് ഇപ്പോൾ 2-3 പേര് ഈ സെയിം വീഡിയോ തന്നെ ചെയ്തു, പക്ഷേ അതിന് ഇഷ്ടം പോലെ ട്രോളാണ് വരുന്നത്. എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ചിരട്ട എടുത്ത് ഫ്രീസറിൽ, അതായത് വെള്ളം ഒഴിച്ച് ഫ്രീസറിൽ വെച്ച് ഫാനിൻ്റെ താഴെ കൊണ്ട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് അന്റാർട്ടിക്കയാവും എന്നൊക്കെയാണ് പറയുന്നത്. അത് 2-ൽ കൂടുതൽ വെച്ചാൽ രണ്ട് ചിരട്ടകൾ വെച്ചാൽ കുഴപ്പമില്ല, 2-ൽ കൂടുതൽ വെച്ചാൽ കാശ്മീർ അന്റാർട്ടിക്ക ആവുന്നൊക്കെ. അതെ, അപ്പോൾ ഇത് ട്രൈ ചെയ്തവരൊക്കെ പറയുന്നത് അവരുടെ ബെഡിൽ 2 പെൻഗ്വിൻ വന്നെന്നൊക്കെയാണ് അവർ പറയുന്നത്. നമുക്ക് സത്യാവസ്ഥയൊന്നും അറിയത്തില്ല. അപ്പോൾ ബിക്കോസ് നമ്മുടെ ഇവിടെ AC ഉണ്ട്. അതൊന്നും ഇന്നത്തില്ല, അതൊന്നും വേണ്ട നമുക്ക്. പിന്നെ ഞാൻ ബാക്കി നമ്മുടെ സ്ഥലത്തെക്കുറിച്ചല്ലേ പറയാൻ വന്നത്. ഇവിടെ ടോപ്പിൽ നിന്ന് താഴത്തോട്ട് നോക്കാനായിക്കോട്ടെ, അടിപൊളിയാണ്. പിന്നെ ആ മഞ്ഞും മലയും ഒന്നും എനിക്ക് പറയാനില്ല. പിന്നെ നമ്മൾ ടോപ്പിൽ നിന്ന് താഴത്തോട്ട് നോക്കിയാൽ റോഡ് കാണാം. പിന്നെ വണ്ടിയൊക്കെ പോകുന്ന നമുക്ക് ഇച്ചിരി കുഞ്ഞായിട്ടല്ലോ കാണുന്നത്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ല, ടോപ്പിൽ നിന്ന് എല്ലാം കാണാനാണ്. കണ്ടോ, നമ്മൾ 2 സൈഡിലും പോയി നിന്ന് നമുക്ക് കാണാം. നല്ല
അടിപൊളി വ്യൂ ആയിക്കോട്ടെ, അവിടെ നിന്ന് വീടും നമുക്ക് നല്ല ക്രിസ്റ്റൽ ക്ലിയർ അങ്ങനെയാണെന്ന് ഞാൻ പറയത്തില്ല, നല്ല സ്ഥലം. നമ്മുടെ ഇവിടെയുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് എല്ലാം ഒരു ഓവറോൾ ഫുൾ ഏരിയ തന്നെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. പിന്നെ നമ്മൾ മാത്രമല്ല, വേറെ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. കണ്ടോ, ഇത് ഇപ്പം നമ്മൾ അവിടുന്ന് ഇറങ്ങി വരുന്ന കേട്ടോ കാണുന്നത്. അവൻ ഫ്രണ്ടിൽ കയറി ഓടിയതാണ്, വീഡിയോ എടുക്കുന്നതുകൊണ്ട്. നമ്മൾ പിള്ളേർ ബാക്കിലല്ല കഥയൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. കണ്ടോ, നമ്മൾ നല്ല രസമായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ വരാമെന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ ഇതുമായിട്ട് നമ്മുടെ വീഡിയോ അവസാനിക്കാൻ. ടാറ്റാ ബൈ ബൈ, സീ യു.